ഇലഞ്ഞി തോട് നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശാ സനൽ നിർവഹിച്ചു. പെരുമ്പടവം മുതൽ മുത്തോലപുരം വരെയുള്ള 4 കിലോമീറ്റർ ഭാഗത്തെ ചെളിയും കാടും നീക്കം ചെയ്ത് തോട്ടിലെ നീരൊഴുക്ക് സുഗമമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഇലഞ്ഞി തോട് നവീകരണ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശാ സനൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇലഞ്ഞിയുടെ ഹൃദയഭാഗത്തോടെ കടന്നു പോകുന്ന ഈ ഒരു തോട് ക്ലീൻ ചെയ്ത് തോട് ആഴം കൂട്ടി സംരക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, 15 ലക്ഷം രൂപ എന്നെ ഒതുങ്ങുന്ന തരത്തിലൊരു പ്രൊജക്റ്റ് എടുക്കാനായിട്ട് അന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടായി. പക്ഷേ അന്ന് എസ്റ്റിമേറ്റ് എടുത്ത് വന്നപ്പോൾ ഏതാണ്ട് ഒരു 17 ലക്ഷം രൂപയോളം വരും ഇതിൻ്റെ. അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയും കൂടെ കൂടുതൽ തരാമോ എന്ന് ചോദിച്ചു. ഒരു പ്രശ്നവുമില്ല, പ്രോജക്റ്റ് അതനുസരിച്ച് മാറ്റിയെടുത്തോളാം പറഞ്ഞ് അങ്ങനെയാണ് 16,35,000 രൂപ എന്ന ആ ഒരു തുകയ്ക്ക് നമ്മൾ ഈ പ്രോജക്റ്റ് വെച്ചത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇലഞ്ഞി തോടിന്റെ ഇരുകരയിലുമുള്ള ഏക്കർ കണക്കിന് കൃഷിസ്ഥലത്തിന് പ്രയോജനകരമാകുമെന്ന് ഉദ്ഘാടക പറഞ്ഞു. ഒരുപാട് കൃഷിക്കാരുള്ള കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റുകൾ വയ്ക്കുന്ന ഒരു കിഴക്കൻ മേഖലയിലുള്ള ഈ പഞ്ചായത്ത് നെൽകൃഷിക്കാണേലും എല്ലാ തരത്തിലുള്ള കൃഷിക്കായിട്ടും കൂടുതൽ താല്പര്യം നൽകുന്ന ഈ ഒരു പ്രദേശത്ത് ഒരുപാട് വാർഡുകൾ കൂടി 8, 9, 12 എനിക്ക് തോന്നുന്ന ഒരുമാതിരി ഇലഞ്ഞിയിലെ ഒരുമാതിരി എല്ലാ വാർഡുകളും തൊട്ടുകൊണ്ട് പോകുന്ന ഈ ഒരു തോട് ആഴം കൂട്ടി ഇതിലെ നീരൊഴുക്ക് സുഗമമാക്കിയാൽ എവിടെയെങ്കിലും പാടശേഖരത്ത് വെള്ളക്കെട്ടുണ്ടെങ്കിൽ ആ വെള്ളക്കെട്ടെല്ലാം ഈ പറയുന്ന തോട്ടിലേക്ക് ഒഴുകാനും സുഗമമായി ഈ തോടിന് ഒഴുകിപ്പോകാനുള്ള സാഹചര്യമാണ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പെരുമ്പടവം മുതൽ മുത്തോലപുരം വരെയുള്ള 4 കിലോമീറ്റർ ഭാഗത്തെ ചെളിയും കാടും നീക്കം ചെയ്ത് തോട്ടിലെ നീരൊഴുക്ക് സുഗമമാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ഭൂരിപക്ഷം വാർഡുകളിലെയും കർഷകർക്കും കൃഷിക്കും ഗുണകരമാവും ഈ പദ്ധതിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. മണ്ണടിഞ്ഞുമൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ കർഷകരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഈ ഒരു പദ്ധതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ടോമി, ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ജോസഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന്റെ നിരവധി കൈവഴികൾ ഈ ഇലഞ്ഞി തോടിലെ വെള്ളം സുഗമമായി ഒഴുകി പോകാത്തതിനാൽ ഈ കൈത്തോടുകളിലെല്ലാം ജലനിരപ്പ് ഉയരുകയും ആ ജലനിരപ്പ് ഉയരുന്നത് കൃഷിസ്ഥലങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമുക്ക് മഴക്കാലത്ത് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇലഞ്ഞി തോടിൽ ഉള്ള ചെറിയ തുരുത്തുകളും അതുപോലെ തന്നെ പായലുകൾ അടക്കമുള്ള ഇത് കെട്ടി നിൽക്കുന്ന കാരണം വെള്ളത്തിൻ്റെ സുഗമമായ നീരൊഴുക്ക് തടസ്സപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട നെൽകൃഷി അടക്കം ബാക്കി വിളകളൊക്കെ നമ്മൾ ഇന്ന് പാടശേഖരങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഗുണകരമായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വെള്ളം കയറുമ്പോൾ നാശോന്മുഖമായി പോകുന്ന നമ്മുടെ കപ്പ, അതുപോലെ തന്നെ കൊക്കോ, അങ്ങനെ ഒത്തിരിയേറെ വാഴ, അങ്ങനെ ഒത്തിരിയേറെ കൃഷികൾ മഴക്കാലത്ത് വെള്ളം കയറി നശിച്ചു പോകുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മാണികുന്നിന് പോകുന്ന ഭാഗത്ത് നമുക്ക് 2-3 മഴ പെയ്യുമ്പോൾ വെള്ളം കയറുകയും അതുപോലെ തന്നെ പെരുവെളിത്തോടിൽ കൃഷി നശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിൻ്റെ പറ്റിയിട്ടും പലപ്പോഴായി നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം നമ്മൾ ആശുപത്രിയുമായി സംസാരിച്ച് ഈ ഫണ്ട് അനുവദിക്കാൻ മെമ്പർ മുൻകൈ എടുക്കുകയും ഇത് ചെയ്തിട്ടുണ്ട്. യോഗത്തിൽ വാർഡംഗം സുരേഷ് ജോസഫ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പിറവം. സെപ്റ്റംബർ 7 മുതൽ ഇറമ്പത്തിയറ ഫർണിച്ചറിന്റെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടന സമയം ഷോറൂമിലെത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയങ്ങളും ബമ്പർ സമ്മാനമായി ബെഡ്റൂം സെറ്റും. ഇറമ്പത്തിയറ ഫർണിച്ചർ ഇനി മുതൽ കൂത്താട്ടുകുളത്തും.